നമസ്കാരം, അലിൻ ജോസ് പെരേര. അപ്പോൾ അലിൻ ജോസ് പെരേര ഉണ്ടായിരുന്നു നമ്മുടെ ഈ വർക്കിൽ. അദ്ദേഹം ഒരുപാട് ശങ്കർ സാറിൻ്റെ ഇന്ത്യൻ 3-ലോ 4-ലോ അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. ശങ്കർ സാറിനോട് അനുവാദം ചോദിച്ചിട്ട് അദ്ദേഹം വന്നു. അത്ര ലെവലെത്തിയിട്ടില്ല, എന്നാലും ഒരു ഓണത്തിന് ചെറിയൊരു പടം ചെയ്തു വലിയ ബിഗ് ബഡ്ജറ്റില്. അപ്പൊ അതിന്റെ ഒരു തിരക്ക്, ഒരു ഓൺലൈൻ പ്രൊമോഷനൊക്കെ തിരക്കിലാണെന്ന് തോന്നുന്നു. ഞാൻ അത് മഴയുണ്ടോ? ഡേറ്റ് ഇല്ലാണ്ട് അർദ്ധരാത്രി കൂടെ ഓടിക്കോ? ഡേറ്റ് ഇല്ലാണ്ട് ഒരുപാട് ഷോർട്ട് ഫിലിം സിനിമയൊക്കെ ഒരുപാട് ഷോർട്ട് ഫിലിം സിനിമ എനിക്ക് അറിയാൻ പാത്തോണ്ടിരിക്കണേ. ക്യാമറ ഞാൻ മൂവാറ്റുള്ള ആളാ, നീ മൂവാറ്റുകാരനാ. ഇവനിവിടെ കൊണ്ടുവന്ന് തന്നെ അടിക്കാനാ, ഇവനിവിടെ കൊണ്ടുവന്ന് തന്നെ അടിക്കാനാ. ചേട്ടാ ഇവന് മറ്റേ ഇന്ത്യൻ 3-ലൊക്കെ ഇന്ത്യൻ 3-ലാ ഞാൻ ചോദിക്കട്ടെ, എന്ത് ഇന്ത്യൻ 3-ൽ ഇവനെ കൊണ്ടുവന്നു? ഇന്ത്യൻ 3-ൽ ഞാൻ ചോദിക്കട്ടെ, ഇവന്റെ എല്ലാ മോശമായ രീതിയിലാണ് ഇവന്റെ എല്ലാ കാര്യങ്ങളും വരുന്നത്. ഇന്ത്യൻ 3-ലുണ്ട്, അത് മനസ്സിലാക്കുക നിങ്ങള്. ഇവന്റെ എല്ലാ കാര്യങ്ങളും മോശമായിട്ടാണ് വരുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ അത് മനസ്സിലാക്കാത്തത്? ഇന്ത്യൻ 3-ലുണ്ട് നിങ്ങളെ മനസ്സിലാക്കും ബ്രോ. ഇതേപോലുള്ള ഒരു കലാകാരനെ മൂവാറ്റൂർ കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവിടെ ഉള്ള ആൾക്കാരുടെ അനുവാദം ചോദിക്കണം. ചേട്ടാ ഇന്ത്യൻ 3-ലുണ്ടെന്ന് പറഞ്ഞോണ്ട് കൊണ്ടുവന്നാ. ഇന്ത്യൻ 3-ലുണ്ടെന്നാണ് പറഞ്ഞത്. ഇല്ലേ? ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഓണത്തിന് മലയാള സിനിമയിലുണ്ട്, അത് പേര് പറയാൻ പാടില്ല. ഈ അഭിലാഷ് ആട്ടയത്തിന്റെ നമ്മൾ ചുമ്മാ ഒരു കണ്ടന്റ് ആക്കിയെന്നുള്ളൂ. അദ്ദേഹം ഒരു പാവപ്പെട്ട ഒരു കലാകാരനാണ്. അദ്ദേഹം ചുമ്മാ ജനങ്ങളെല്ലാം ചുമ്മാ കോമാളി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കുക. അദ്ദേഹം സാധാരണ ഒരു പെട്ടവനാണ്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട്. ഇത്ര മായം പറയാൻ കാരണം ഇന്ന് അലിൻ ജോസിന്റെ വക എന്തോ ഉണ്ട്. അഭിലാഷ് ആട്ടയത്തിന്റെ ആൽബത്തിന് എല്ലാവിധ ആശംസകളും. നായകന്മാരുടെ പേര് എന്താ? നായകന്മാരുടെ പേര് രമ്യുണ്ട്, പിന്നെ രമ്യക്കും ലേക്കും ഒരു ആശംസ നേരുകയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ വരട്ടെ. ഓണത്തിന് മുമ്പ് റിലീസ് ചെയ്യണമെന്നാണ് പ്രാർത്ഥന. ഓക്കെ, താങ്ക് യു. ചുംബന പൂ